ചലച്ചിത്ര ലോകത്ത് പുതിയ പ്രതീക്ഷകളുടെ തിരനോട്ടവുമായി ഒരു പുതുവർഷം കൂടി. മലയാള സിനിമയിലെ അരങ്ങിലെയും അണിയറയിലെയും പ്രവർത്തകർക്ക് ഇത്തവണ മികവിന്റെ അംഗീകാരവുമായി ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സ് 2011 പേരുകളിൽ നിന്നാണ് 13ാമത് ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സ് ജേതാക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നിർദ്ദേശിച്ച നോമിനേഷനുകളിൽ നിന്നാണ് അവാർഡ് ജൂറി ജേതാക്കളെ തിരഞ്ഞെടുത്തത്. പ്രേക്ഷകർ നൽകിയ നാമനിർദ്ദേശങ്ങളുടെയും അതിൽ നിന്ന് അവാർഡിന് അർഹരായവരുടെയും വിശദ വിവരങ്ങൾ നമുക്കിനി കാണാം. മലയാള സിനിമയിലെ സുവർണ താരം അഭിനയ മികവിന്റെ അംഗീകാരമായി ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സ് 2011 ഗോൾഡൻ സ്റ്റാർ പുരസ്കാരം സമ്മാനിക്കുന്നു. 3 ദശകങ്ങളായി മലയാളിയുടെ മനസ്സു കീഴടക്കി ജൈത്രയാത്ര തുടരുന്ന അഭിനയ പ്രതിഭ. വെള്ളിത്തിരയിലെ വിജയത്തിന്റെ അടിസ്ഥാനം അഭിനയ ചാരുതയാണെന്ന് സ്വന്തം കഥാപാത്രങ്ങളിലൂടെ വെളിപ്പെടുത്തിയ ഈ നടൻ സൂപ്പർ മെഗാ താരമെന്ന വിശേഷണത്തിൽ നിന്നും ഏറെ മുന്നിലാണെന്ന്. അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. ജീവിതത്തിന്റെ പാല് കുടിക്കാമെങ്കിൽ അതിന്റെ മാംസം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം, നീ അയ്യോ സാർ, ഞാൻ അത്യാവശ്യമായി തിയേറ്റർ വരെ ഒന്ന് പോവുകയാണ്. ആരാണ് ഇത്ര സീരിയസ് ആയി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ അല്ല സാർ, സിനിമാ തിയേറ്റർ. അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു, അത്യാവശ്യമായി വീട്ടിൽ പോകുന്നു, അത്യാവശ്യമായി കക്കൂസിൽ പോകുന്നു ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായി ഒരുത്തൻ തിയേറ്ററിൽ പോകുന്നു എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പേര്? ജോൺ. എന്ത് ഫോണോ? ഫോണല്ല സാർ, ജോൺ. പന്നിയുടെ ഇഷ്ടഭക്ഷണം മല. ഒരു കിണർ കുഴിക്കുമ്പോൾ ആദ്യമായി പുറത്തേക്ക് വരുന്നത് വെള്ളമല്ല, മറിച്ച് കല്ലുകളും മണ്ണിൻ കട്ടകളുമാണ്. ചിലയിടത്ത് 30 അടിയിൽ വെള്ളം കിട്ടും, ചിലയിടത്ത് 60 അടി. തീർച്ചയായും എല്ലാ മണ്ണിന്റെ ഇടയിലും വെള്ളമുണ്ട്. യു ആർ കറക്റ്റ്. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, നമുക്ക് വീണ്ടും കാണാം. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ നിന്നെപ്പോലുള്ള ചെറ്റകൾ അതിനെ മലിനമാക്കി. ചന്ദനത്തരിഞ്ഞു നോക്കുന്ന കഴുതയ്ക്ക് അതിന്റെ കനമേ